ഇന്ത്യയിലെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്ന് മാത്രമല്ല ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യാൻ എത്ര ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പോയിൻ്റ് വ്യവസ്ഥയിലാണ് നടക്കുന്നത്. അതിന് 3 ഇയറിനൊരു പോയിൻ്റ് ഉണ്ട്, 3+ ഇയറിനൊരു പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5 ഇയറിന്, ഒരു 8 ഇയറിന്, ഇങ്ങനെ ഡിഫറെൻറ്റ് പോയിൻ്റുകളാണ്. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പോയിൻ്റ് കിട്ടും, കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറഞ്ഞ പോയിൻ്റ് കിട്ടും. അതല്ലാതെ ഇത്ര ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യാവുള്ളൂ എന്ന് യാതൊരു നിയമവും ഇല്ല. പക്ഷേ എന്താ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിൻ്റ് വ്യവസ്ഥയിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോയിൻ്റ് റീച്ച് ആവുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ എക്സ്പീരിയൻസിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നേരിട്ട് നേർക്ക് നേരെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയില്ല. പക്ഷെ ആ പോയിൻ്റ് വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ IELTS പാസ്സായവർക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ 7 എടുത്തവർക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ 7 എടുത്തവർക്ക് മാത്രമല്ല പോകാൻ പറ്റുന്നത്, 6 എടുത്തവർക്കും പോകാൻ പറ്റും. പക്ഷേ ഇൻഡിവിജ്വൽ 7 8 എടുത്തവർക്ക് എന്ത് കിട്ടുള്ളൂ? മൈഗ്രേഷനുള്ള പോയിൻ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്.